ജമ്മു കാശ്മീരിലെ ഈ ശൈത്യ കാലാവസ്ഥയിലും ഒരു ഭീകര അന്തരീക്ഷമാണ് നിൽക്കുന്നത്. ഏതാണ്ട് 30-ലധികം തീവ്രവാദികൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇവർ പഹൽഗാം രീതിയിൽ വീണ്ടും ആക്രമണത്തിന് തുടർച്ചയായിട്ട് വരികയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ വളരെ സജ്ജമായിട്ടാണ് മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആർമിയുടെ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കത്തിയാർ ഇന്ത്യ ടുഡേക്ക് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഒരു പഹൽഗാം മോഡൽ ആക്രമണത്തിന് വീണ്ടും പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നാണ്. അപ്പോൾ അത് പഹൽഗാം നമ്മൾ കണ്ടാണ്, നേരിട്ടുള്ളൊരു ആക്രമണമല്ല, പാകിസ്ഥാൻ സൈന്യം നേരിട്ടല്ല, മറിച്ച് തീവ്രവാദികൾ ഉപയോഗിച്ചിട്ട് ആണ് അവർ ഇത്തരം പരിപാടികൾ ചെയ്യുക. അപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, രൂക്ഷമായി നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇമ്രാൻഖാൻ്റെ ഈ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാർട്ടി നടത്തുന്നൊരു പ്രക്ഷോഭം പാകിസ്ഥാനിൽ വളരെ സജീവമായി നടക്കുക. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വലഞ്ഞു നിൽക്കുകയാണ് പാകിസ്ഥാൻ. 2 ദിവസം മുമ്പ് സൗദിയിൽ ഷബാസ് ഷെരീഫും അസിം മുനീറും കൂടി പോയി കൈനീട്ടി, പക്ഷെ ഒന്നും കിട്ടിയില്ല. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ GDP 2.7%. ഇതിനെ ഊഹിക്കാം ആ രാജ്യം എന്തുമാത്രം ഗതികേടിലാണ് എന്നുള്ളത്. മാത്രമല്ല, പാകിസ്ഥാൻ്റെ 2 പ്രവിശ്യകൾ, ബലൂചിസ്ഥാനും അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖായും, രണ്ടിടത്തും പാകിസ്ഥാൻ സർക്കാരിനെ ഒരു റോളുമില്ലാത്ത സാഹചര്യമായി. കാര്യം ബലൂചിസ്ഥാനിൽ അവിടെ BLA, ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവരുടെ തനത് സംവിധാനം പാകിസ്ഥാനെതിരെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. BLAക്ക് എല്ലാവിധ സഹായങ്ങളും അഫ്ഗാനും അതുപോലെ തന്നെ ഇസ്രായേലും ചെയ്യുന്നു. ഇന്ത്യയും ദൂരെ കൂടെ BLA സഹായിക്കുന്നുണ്ട്. ഏറ്റവും പുതുതായിട്ട് അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് നടക്കുന്ന ഖൈബർ പഖ്തൂൺഖ എന്ന് പറയുന്ന പ്രവിശ്യ, ആ പ്രോവിൻസിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പാകിസ്ഥാനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുക. അതിന് നേതൃത്വം കൊടുക്കുന്നത് TPP എന്ന് പറയുന്ന പാർട്ടിയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലെ തന്നെ താലിബാൻ്റെ ഒരു വേർഷനായിട്ടുള്ള പാർട്ടിയാണ്. താരിഖ് എ താലിബാൻ പാർട്ടി എന്നാണ് അതിന് അവർ പേരിട്ടിരിക്കുന്നത്, TTP എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ TTP എന്ന് പറയുന്ന പാർട്ടിക്ക് എല്ലാവിധ മോറൽ സപ്പോർട്ടും കൊടുക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്, താലിബാൻ ഭരണകൂടം കൊടുക്കുന്നത്. കാര്യം അവരോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ 2 പ്രദേശങ്ങളും ഈ തനതായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളാണ്. പാകിസ്ഥാൻ്റെ പൊതുവെയുള്ള രീതിയോട് ചേരുന്നവരല്ല ഈ ബലൂചിസ്ഥാനും അതുപോലെ തന്നെ പഖ്തൂൺഖായും. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും പാകിസ്ഥാൻ സൈന്യത്തിനോ പാകിസ്ഥാൻ സർക്കാരിനോ നേരിട്ട് ഇടപെടാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. 2 ദിവസം മുമ്പ് ഈ ഖൈബർ പഖ്തൂൺഖായിലെ മുഖ്യമന്ത്രിയെ ഈ സൈനികർ കയ്യേറ്റം ചെയ്യുന്നൊരു തലം വരെ എത്തി. അപ്പോൾ അത്രത്തോളം അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. ഇന്നലെ കറാച്ചിയിൽ ഈ ബനസർ ഭൂട്ടോയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടൊരു യോഗം നടന്നു. ആ യോഗത്തിൽ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഇത് ഇപ്പം അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ നമ്മൾ പാഠം പഠിപ്പിക്കുന്ന ഇന്നലെ കറാച്ചി. അതായത് ഇനി നമ്മോട് കളിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ ആവില്ല. മോദിക്ക് ഇനി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. ഇനി രണ്ടാമതൊരു യുദ്ധത്തിന് പാകിസ്ഥാൻ പൂർണ്ണ രൂപത്തിൽ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഇന്നലെ അദ്ദേഹം കറാച്ചിയിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് സംസാരിച്ചത്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പല രാഷ്ട്രീയ നേതാക്കളും, അതായത് നിലവിൽ ഈ ഷബാസ് ഷെരീഫിൻ്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ വലിയ തോതിൽ ഇന്ത്യക്കെതിരെയുള്ള പരാമർശങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം എപ്പോഴും ഉണ്ടാകുന്നത് പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. കാരണം അവിടുത്തെ ഭരണകൂടത്തിനെതിരെ ജനങ്ങളോ മറ്റേതെങ്കിലും സംഘടനകളോ നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു സാമ്പത്തിക അരാജകത്വം ഉണ്ടാകുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാകുമ്പോഴെല്ലാം ഇവർ ഇന്ത്യ ആക്രമിക്കലാണ് പതിവ്. അപ്പോൾ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഒരുമിക്കും. കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബാക്കിയെല്ലാം മറന്നിട്ട് അവർ ഇന്ത്യയാണ് ശത്രു നിലയിൽ അവർ ഒരുമിച്ച് നിൽക്കും. ഏതാണ്ട് അതേ ഒരു തന്ത്രമാണ് ഇപ്പോൾ പയറ്റുന്നത്. ഇതിൽ രസകരമായ കാര്യം ഞാൻ അവിടുത്തെ ഫീൽഡ് മാർഷൽ അസിം മുനീർ, ഇപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അധികാരമല്ല. ഷബാസ് ഷെരീഫ് പേരിന് മാത്രമാണ്, അസിം മുനീറിൻ്റെ കയ്യിലാണ് അധികാരമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന ചില വീഡിയോകളിൽ, അതായത് പാകിസ്ഥാൻ ടെലിവിഷൻ വഴി വന്നിട്ട് ചില വീഡിയോകൾ കാണുന്നത്,
അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ, അതായത് ഫീൽഡ് മാർഷലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം അദ്ദേഹത്തിന് അതിനെ പേടിയുണ്ട് എന്നുള്ളതാണ്. പുറത്ത് പോകുമ്പോഴെല്ലാം ഈ ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചാണ് ഇപ്പോൾ അസിമുദ്ദീൻ സഞ്ചരിക്കുന്നത്. മാത്രമല്ല ഹെഡ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ സ്ഥലത്ത് ഒരു ഗ്ലാസ് ഡോർ, ആ ഗ്ലാസ് എന്ന് പറയുന്നത് സാധാരണ ഈ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഗ്ലാസ്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അസിം മുനീറിന് അറിയാം ഏത് സമയത്തും അദ്ദേഹത്തിന് എന്താണ് ആക്രമണം ഉണ്ടാകാം എന്നുള്ള ഭീതി അദ്ദേഹത്തിനുണ്ട്. ഈ ഫീൽഡ് മാർഷൽ തന്നെ എന്താണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പുറത്തിറങ്ങി നടക്കുന്നത്. ആ രാജ്യമാണ് ഇന്ത്യയെ രണ്ടാമത് യുദ്ധം ഉണ്ടായ തകർത്തളയും എന്ന് വീരവാദം മുഴക്കുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കയ്യിലുണ്ടായിട്ടല്ല, മറിച്ച് ഈ പറഞ്ഞ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും തൽക്കാലം ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തണ്ടക്രമമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണാൻ. പക്ഷേ ഇന്നലെ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ ഒരു ലഷ്കർ എ തയ്യബയുടെ ഒരു ഭീകരനെ CCTVയിൽ ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് ഈ പറഞ്ഞതുപോലെ സൈന്യവും അവിടുത്തെ സംയുക്ത സേന, ജമ്മു പോലീസും എല്ലാം കൂടെ ചേർന്നിട്ട് വലിയതൊരു സെർച്ച് ഓപ്പറേഷൻസ് ഇപ്പം ജമ്മു കാശ്മീർ നടത്തുന്നത്. അത് താങ്കൾ പറഞ്ഞതുപോലെ 30ഓളം തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് അവർ കിട്ടുന്ന സൂചനകൾ. അതിലൊരുവനാണ് ഇന്നലെ ഏതോ ഒരു സ്ഥലത്ത് CCTVയിൽ പെട്ടത്. അപ്പോൾ വലിയ തോതിലുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഈ വർഷം അവസാനമോ 25 തീരുന്നതിന് മുമ്പോ 26 ആരംഭത്തിലോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഇന്ത്യക്ക് മേലെ ഒരു ആക്രമണം, അതായത് തീവ്രവാദികൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സൈന്യവും വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഈ മനോജ് കുമാർ കത്യാർ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. ഇതിനുവേണ്ട തയ്യാറെടുപ്പെല്ലാം കൃത്യമായിട്ട് സൈന്യം നടത്തുന്നുണ്ട്. കാരണം പഴയതുപോലെ പഹൽഗാം പോലെ എന്തായാലും അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ ഇന്ത്യയിലില്ല. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. മാത്രമല്ല പാകിസ്ഥാൻ ഇന്നലെ മിനിയാന്ന് പഞ്ചാബ് പ്രവിശ്യയിൽ അവർ സർഫസ് ടു എയർ മിസൈൽ ഒരു പരീക്ഷണം നടത്തി. അതുപോലെ തന്നെ നമ്മുടെ LOCയിൽ ഡ്രോൺ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പ്രിപ്പറേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇന്ത്യയെ വെറുതെ പഠിപ്പിക്കാനായിരിക്കാം, ഉമ്മാക്കി കാണിക്കാനായിരിക്കാം. ഇല്ല എങ്കിൽ ഇദ്ദേഹം ഈ ലഫ്റ്റനന്റ് ജനറൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും തീവ്രവാദികൾ ഉപയോഗിച്ചിട്ട് ഒരു ആക്രമണം നമുക്ക് മേലെ നടത്തുമ്പോൾ ഇന്ത്യൻ ആക്രമണത്തെ ചെറുക്കാൻ പഴയതുള്ള അബദ്ധം പറ്റരുതല്ലോ. ഇന്നലെ തന്നെ ഈ യോഗത്തിൽ, കറാച്ചി നടന്ന യോഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞു വെച്ചാൽ സൈനികർ നിങ്ങൾ ബങ്കർ കയറി ഒളിച്ചിരിക്കാതെ യുദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അന്ന് നമ്മൾ റിപ്പോർട്ടുണ്ടായിരുന്നു ഈ യുദ്ധ സമയത്ത്. അതായത് അസിം മുനീർ അടക്കം അന്ന് ബങ്കർ പോയി ഒളിച്ചിരുന്നു. വലിയ സൈനിക നേതാക്കളെല്ലാം ബങ്കറിൽ ഒളിച്ചിരുന്നിട്ടാണ് ഈ പഹൽഗാമിൽ നിന്നത്. അപ്പോൾ ഇദ്ദേഹം ഇന്നലെ തുറന്ന് പറയേണ്ടി വന്നു, നിങ്ങൾ ബങ്കറിലല്ല ഇരിക്കേണ്ടത്, യുദ്ധം നടക്കുമ്പോൾ ഫീൽഡിൽ ഇറങ്ങുന്ന പോരാടണം എന്ന് ഇന്നലെ പബ്ലിക്കായിട്ട് ഒരു പാകിസ്ഥാൻ ഭരണാധികാരിക്ക് പറയേണ്ടി വന്നു. അപ്പോൾ ഇത്രയും ഈ കഴിവുകെട്ട ഒരു സൈന്യത്തെ വെച്ചിട്ടാണ് ഇന്ത്യക്കെതിരെ പോരാടാനായിട്ട് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് വളരെ രസകരമായ ഒരു വസ്തുത. പക്ഷേ വേറൊരു കാര്യം, ഇനിയിപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ ഒരു നീക്കം നടത്തിയാൽ പോലും അത് ഇന്ത്യ അതിനെ നേരിടുന്നത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പ്രതിരോധ മന്ത്രി അന്നേ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു താൽക്കാലിക വിരാമമാണ്, ചെറിയൊരു കോമ ഇട്ടിട്ടുള്ളൂ, ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല. അപ്പോൾ ആ കോമയിൽ നിന്ന് ഫുൾ സ്റ്റോപ്പിലേക്ക് എന്തുകൊണ്ട് അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ദീർഘവീക്ഷണം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഇവരിന്ന് വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ പ്രോസസ്സ് നമ്മൾ നിർത്തില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, അന്ന് നമ്മുടെ ഈ അതിർത്തികളിൽ നമ്മുടെ സൈന്യം നടത്തിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴും അവിടെ സജ്ജമാണ്, ഒന്നിനെയും പിൻവലിച്ചിട്ടില്ല, കുറച്ച് കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ സുസജ്ജമാണ്, നമ്മുടെ സൈനികരും വളരെ അലേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയതുപോലുള്ള ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ സിന്ധൂർ പോലെ ആയിരിക്കില്ല പാകിസ്ഥാൻ്റെ അവസ്ഥ, വളരെ ദയനീയമാവും. മാത്രമല്ല ഇനി പാകിസ്ഥാനായിട്ടൊരു സ്കഫൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഖൈബർ പഖ്തൂൺഖ്വയിലും അതുപോലെ ബലൂജിലെയും ഇവർ രണ്ടു കൂട്ടരും സ്വാഭാവികമായിട്ട് പാകിസ്ഥാനെതിരെ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും ഈ രാജ്യത്തിനകത്ത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനകത്ത് തന്നെ ഇപ്പം നിലവിൽ 2 രാജ്യങ്ങൾ വേറെ ഉണ്ട്. പാകിസ്ഥാനെ കൂടാതെ ഖൈബർ പഖ്തൂൺഖ്വയും ഉണ്ട്, ഈ ബലൂചിസ്ഥാനും ഉണ്ട്. അവർ രണ്ടുപേരും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും ഇവരിന്ന് കിട്ടില്ല. മാത്രമല്ല താലിബാൻ പാകിസ്ഥാനെതിരാണ്. ഈ വലിയ തോതിൽ അവർ ഈ ഖൈബർ പഖ്തൂൺഖ്വ വഴി 3-4 ദിവസം മുമ്പും കുറേ പാകിസ്ഥാൻ സൈനികരെ അവർ ആക്രമിച്ചു കൊന്നു. അപ്പോൾ അവരുടെ ഒരു മാനസിക പിന്തുണ ഇന്ത്യക്കാണ്, താലിബാൻ്റെ പിന്തുണ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. പഴയതുപോലെ കുറച്ച് ഏരിയ മാത്രമായിരിക്കില്ല, വലിയതൊരു ആക്രമണം നടക്കും.
അതോടൊപ്പം തന്നെ ജിൽജിറ്റ് പാർട്ടിസാൻ എന്ന് പറയുന്ന നമ്മുടെ POK ആസാദ് കാശ്മീർ, ഇനിയൊരു ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ കയ്യിലിരിക്കും. കാരണം അതിന് താലിബാനും അപ്പുറത്ത് ഖൈബർ പഖ്തൂൺഖ്വയുടെ സഹായം ഇന്ത്യക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇതൊക്കെയാണ് ഇപ്പോഴുള്ള അതിർത്തിയിലെ സാഹചര്യം. എന്തായാലും നമ്മുടെ സൈന്യവും സർക്കാരും വളരെ അലേർട്ടഡാണ് ഈ കേസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.